നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് 19/8/2026 നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ആണ്. വളരെ പെട്ടെന്നൊരു 2-3 മിനിറ്റിനുള്ളിൽ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇന്നലത്തെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ആണ് അത് പറയുന്നത്. ഇന്നലെ നമ്മൾ ഇതുപോലെ തന്നെ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,229 ഏതാണ്ട് 24,170 ഇടയ്ക്കുള്ള ആ ചെറിയ റേഞ്ച് തന്നെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ല. എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ദിനമാണ് കടന്നുപോയത്. ഏകദേശം ഒരു 3:10 ആയി കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ആ ലെവലിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പോയിട്ട് 24,136 ലെവല് ലോ ടെസ്റ്റ് ചെയ്തത്. ഒരു 154 ലെവലിൽ അത് ക്ലോസ് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് ഇനി നാളത്തെ ജസ്റ്റ് ഒന്ന് ചാർട്ട് വെച്ച് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുപോലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 24,192, 24,229 ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 24,055, 24,040, 24,000 ലെവല് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ക്രോസ് ചെയ്തില്ല എങ്കിൽ. പിന്നെ അതിന്റെ താഴെ 23,956 ലെവൽ വരെയാണ്. പക്ഷേ 956 ലെവല് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ അപ്സൈഡ് നോക്കുകയാണെങ്കിൽ 24,229 മേളിലേക്ക് സ്ട്രോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 24,357, 24,414, 430 ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മൂവിംഗ് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മേജർ മൂവിംഗ് ആവറേജ് ലെവലിന്റെയും താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ രീതിക്ക് ഒരു ബെയറിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതും ഇപ്പൊ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് നിൽക്കുന്നത്. പ്രധാനമായിട്ടും റീസൺ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വർദ്ധിക്കുന്നതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രശ്നമാവാൻ കാരണം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് റിസൾട്ടുകളെല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണാൻ സാധ്യത കുറവാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ മറ്റ് അനാലിസിസുകൾ നോക്കിയാൽ, അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് നോക്കിയാൽ പോലും നിഫ്റ്റിക്ക് 24,040 ലെവലിലാണ് ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ഇവിടെ കാണിക്കുന്നത്. 24,707, 24,800 ലെവലാണ് ആ ട്രെൻഡ് ലൈനിന്റെ അപ്പർ ലെവൽ. ആ ലെവലാണ് അപ്പർ ലെവലായിട്ട് കാണുന്നത്. അപ്പം ഈ ലെവലുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഷോർട്ട് ടൈമിലെ താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ചെറിയ ടൈം ഫ്രെയിം വെച്ചും വലിയ ടൈം ഫ്രെയിം വെച്ചും സപ്പോർട്ട് റെസിസ്റ്റൻസും ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ ഫിബ്രോസി റിട്രേസ്മെന്റ് വെച്ചൊക്കെ എടുക്കാം. എന്നാലും ഒരു 10-20 പോയിന്റ് മൂവ്മെന്റിനപ്പുറം ഈ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ഒന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ നിങ്ങളുടെ അനാലിസിസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത ശേഷം തീരുമാനത്തിൽ എത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.